വി.ഡി. സതീശനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. പാർട്ടിയിൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് വി.ഡി. സതീശൻ. കോൺഗ്രസ് പവർ ഗ്രൂപ്പിലും കലഹം. വി.ഡി. സതീശൻ, ഷാഫി, രാഹുൽ പക്ഷങ്ങൾ തമ്മിലാണ് തർക്കം. ഡിജിറ്റൽ വിഭാഗത്തെ കൈയൊഴിഞ്ഞ് വി.ഡി. സതീശൻ. ഡിജിറ്റൽ മീഡിയ വിഭാഗം സൈബർ ഗുണ്ടകളെപ്പോലെയാണ് പെരുമാറുന്നതെന്ന് വി.ഡി. സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ PR ടീമും സൈബർ ആക്രമണം നടത്തുന്നതായി വി.ഡി. സതീശൻ പക്ഷം പറയുന്നു. അതേസമയം സൈബർ തല്ലിൽ KPCC ഇടപെടുന്നില്ല. വിഷയത്തിൽ മുതിർന്ന നേതാക്കൾക്കും AICCക്കും കടുത്ത അതൃപ്തിയാണ് ഉള്ളത്. ഇഷ്ടമില്ലാത്ത ആളുകൾ എതിർക്കും, അതൊന്നും കാര്യമില്ല. അതാണ് നിലപാട്. പിന്നെ എന്നെ അങ്ങനെ ആരും ഭയപ്പെടുത്തും വേണ്ട. ഒരു പ്രവർത്തകരുടെ ഇടയിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല കോൺഗ്രസ് പ്രവർത്തകര്. അല്ലല്ല, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നുമല്ല കോൺഗ്രസ് ജീവിക്കുന്നത് സോഷ്യൽ മീഡിയയിലല്ല, റീലുകളിലും അല്ല കോൺഗ്രസ് ജീവിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് റീലുകളിലും അല്ല, സോഷ്യൽ മീഡിയയിലല്ല ജീവിക്കുന്നത്. നൃപൻ ചക്രവർത്തി ചേരുകയാണ്. നൃപൻ, നേരത്തെ ഇടതുപക്ഷത്തിൻ്റെ നേതാക്കൾക്കെതിരായ വലിയ തോതിലുള്ള സൈബർ ആക്രമണം ഉണ്ടായപ്പോഴൊന്നും നിശബ്ദനായിരുന്ന വി.ഡി. സതീശൻ ഇപ്പോൾ തനിക്ക് നേരെ ഇത് വരുന്ന ഒരു ഘട്ടത്തിൽ നന്നായിട്ട് പൊള്ളുന്നുണ്ട്, നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. കോൺഗ്രസിൽ ഈ ഒരു കലഹം അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിലാണ്. വി.ഡി. സതീശനെ ടാർഗറ്റ് ചെയ്യുകയാണോ? ഷമ്മി, അനിവാര്യമായ ഒരു പതനം, അനിവാര്യമായ ഒരു തിരിച്ചടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന് വന്നിട്ടുള്ളത് എന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. പലതരത്തിൽ വി.ഡി. സതീശനെതിരെ പറഞ്ഞിട്ടുള്ള നേതാക്കളെ എല്ലാം ടാർഗറ്റ് ചെയ്ത്, നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ ഇകഴ്ത്തിക്കാട്ടാനും സോഷ്യൽ മീഡിയയിൽ സജീവമായി അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുണ്ടായി. അവസാനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോലും പരസ്യമായ നിലപാട് സ്വീകരിച്ച മഹിളാ നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചു. വളരെ മോശം പരാമർശമാണ് ഉണ്ടായത്. രമേശ് ചെന്നിത്തലയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം പരസ്യ പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തെ വലിയ സംഘടിതമായിട്ടാണ് സൈബർ വിഭാഗം ആക്രമിച്ചത്. അത് KPCCയുടെ തന്നെ ഡിജിറ്റൽ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട പല പ്രമുഖരും അതിനുവേണ്ടി ചുക്കാൻ പിടിച്ചു. ചില നേതാക്കൾ പരസ്യമായി തന്നെ രംഗത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ ചേരിപ്പോര് വളരെ ശക്തമായ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് വി.ഡി. സതീശന് എതിരെ തന്നെ തിരിഞ്ഞു. അതായത് ഇത് നേരത്തെ തന്നെ വല്ലാത്ത രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമായിരുന്നു വി.ഡി. സതീശൻ ആദ്യഘട്ടത്തിൽ എതിർത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വി.ഡി. സതീശൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ എടുക്കുക. അതാണ് അല്പം മുമ്പ് പ്രേക്ഷകരെ നമ്മൾ വീണ്ടും ആവർത്തിച്ച് കാണിച്ചത്, കേൾപ്പിച്ചത്. വി.ഡി. സതീശൻ പൂർണ്ണമായി അസ്വസ്ഥനാണ്. കാരണം ഈ സൈബർ ഈ പറയുന്ന വിഭാഗങ്ങൾ സൈബർ ഗുണ്ടകളാണ് എന്നതാണ് വി.ഡി. സതീശൻ്റെ വിലയിരുത്തൽ. ഒപ്പം തന്നെ KPCCയിൽ നിലവിൽ പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ വിഭാഗത്തെയും വി.ഡി. സതീശൻ അംഗീകരിക്കുന്നില്ല. അത് ഔദ്യോഗികമായൊരു ഡിജിറ്റൽ വിഭാഗമല്ല എന്ന നിലപാട് കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ എടുക്കാനുള്ള കാരണവും അതാണ്. അതിന് വിട്ടുപോയി കൈവിട്ട് കളികൾ കലാശിച്ചിരുന്നു. നേരത്തെ ഇത് നമ്മൾ വളരെ പുറത്തു നിന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി ഉള്ളിൽ കടന്നു പറഞ്ഞാൽ ഈ ഗ്രൂപ്പുകളുടെ പ്രതാപകാലത്തിന് ശേഷം പൂർണ്ണമായി വി.ഡി. സതീശനും ഒപ്പം തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും നേരിട്ട് നയിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ്, ആ പവർ ഗ്രൂപ്പാണ് കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. ഇതിൽ മുതിർന്ന നേതാക്കളുടെ അതൃപ്തി ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതല്ല ശരിയായ കോൺഗ്രസ്, ഇത് ഈ രീതിക്ക് എപ്പോഴായിരുന്നാലും തിരിച്ചടി ഉണ്ടാകും. അന്ന് കോൺഗ്രസിന് വലിയ തരത്തിലുള്ള ജനങ്ങളോട് പറയാൻ വിശദീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ തിരിച്ചടിക്ക് സാധ്യതയുണ്ട് എന്ന മുൻകരുതൽ പല നേതാക്കളും പല ഘട്ടങ്ങളിലും പറഞ്ഞതാണ്. അതൊന്നും ആ ഘട്ടത്തിൽ വി.ഡി. സതീശൻ ചെവിക്കൊണ്ടിരുന്നില്ല. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ തുടരെ വിവാദങ്ങളിലേക്ക് പോകുന്നു. അപ്പോഴേക്കും ഈ ഡിജിറ്റൽ വിഭാഗം തന്നെ കോൺഗ്രസിൻ്റെ കൈവിട്ടു പോവുകയും വി.ഡി. സതീശൻ അടക്കം എതിരാവുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിക്കുന്നയാളാണ് വി.ഡി. സതീശൻ എന്ന തരത്തിലുള്ള നരേഷൻ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കൾ അതല്ല പറയുന്നത്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പൂർണ്ണമായ ഉത്തരവാദി വി.ഡി. സതീശനാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ കളിക്കുന്ന തന്ത്രം സ്വയരക്ഷയ്ക്ക് വേണ്ടിയുള്ള തന്ത്രമാണ്. അത് ഡിജിറ്റൽ വിഭാഗത്തെ അദ്ദേഹം തള്ളിപ്പറഞ്ഞതോടുകൂടി തന്നെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും മറുചേരിയിലായി ശക്തമായ ആക്രമണമാണ് മുതിർന്ന നേതാക്കൾക്കെതിരെ നടത്തുന്നത്. ആരാണ് ഈ വിഭാഗത്തിനെതിരെ, ഷാഫിക്കെതിരെയും രാഹുലിനെതിരെയും ഒരു പോസ്റ്റോ ഒരു വാക്കോ വാർത്താ സമ്മേളനങ്ങളിൽ ഏതെങ്കിലും ഒരു വരി ഉപയോഗിച്ചാൽ അവരെയും അവരെ കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന വലിയ തരത്തിലുള്ള സൈബർ ആക്രമണത്തിലേക്ക് ഈ സംഘം പോവുകയാണ്. അങ്ങനെ വല്ലാത്ത ഏറ്റുമുട്ടലിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം പോകുന്നു. പക്ഷേ മുതിർന്ന നേതാക്കളും ഒപ്പം തന്നെ ഹൈക്കമാൻഡും നിലവിലുള്ള വിവാദങ്ങളിൽ കടുത്ത അതൃപ്തിയിലുമാണ്. ഷമ്മി, നൃപൻ, ഇതിപ്പോൾ ഈ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഏതാണ്, അതല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പെയ്ഡ്
ഷാഫിയുടെയും പെയ്ഡ് സോഷ്യൽ മീഡിയ ഏതാണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം ആരെങ്കിലും ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ അവരെ തെറി കൊണ്ട് മൂടുക, അധിക്ഷേപിക്കുക, നിശബ്ദരാക്കുക, ഇതാണ് തന്ത്രം. ആ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നത് ഔദ്യോഗിക പക്ഷമാണോ അതല്ല ഈ പറഞ്ഞ ഷാഫി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പക്ഷമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നേരത്തെ നൃപൻ പറഞ്ഞതുപോലെ ഇവിടിപ്പോൾ സതീശൻ സ്വീകരിക്കുന്നത് സ്വയം രക്ഷയുടെ ഒരു തന്ത്രമാണ് എന്ന് വേണം തന്നെ പറയാൻ. കാരണം പൊതുസമൂഹം അപ്പാടെ ഇവർക്കായി രാഹുൽ മാങ്കൂട്ടത്തിനും ഷാഫിക്കുമെതിരായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം, കോൺഗ്രസിനുള്ളിൽ തന്നെ വളരെ ശക്തമായ ഒരു നിലപാട് ഇവർക്കെതിരെ ഉയർന്നു വരുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞ ആ പവർ ഗ്രൂപ്പ് ഇപ്പോഴും പരസ്പരം ലിങ്ക്ഡ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിമർശനം ഉന്നയിച്ചാലും ഇവരെ പുറത്തു കളയാനോ തള്ളിക്കളയാനോ നടപടിയെടുക്കാനോ കോൺഗ്രസ് തയ്യാറാകുന്നില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നു. തീർച്ചയായും ഷമ്മി, ഈ പറയുന്ന വലിയ തരത്തിലുള്ള വിവാദങ്ങൾ വന്നപ്പോഴും ഇതിനെ തള്ളിപ്പറഞ്ഞ് സ്വയം രക്ഷ നേടാനുള്ള തന്ത്രം എപ്പോഴും വി ഡി സതീശൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് ആദ്യം ഈ ചലച്ചിത്ര നടി, യുവ നടിയും മാധ്യമപ്രവർത്തകയായിട്ടുള്ളയാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും ആ പരാതി വരികയും ചെയ്ത ഘട്ടത്തിൽ ആദ്യമേ ഇക്കാര്യത്തിൽ നടപടിയെടുത്തു എന്ന ഒരു തരത്തിലുള്ള നരേഷൻ ഉണ്ടാക്കാൻ വി ഡി സതീശന് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം നിലവിലുള്ള കേസുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോഴും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നയാൾ താനാണ് എന്ന് വരുത്തി ചേർക്കാനുള്ള ശ്രമം വി ഡി സതീശൻ നടത്തി. അവസാനം വി ടി ബൽറുമായി ബന്ധപ്പെട്ട ഈ ബീഹാർ ബി ഡി വിവാദത്തിലും അങ്ങനൊരു ഡിജിറ്റൽ വിഭാഗം ഉണ്ടോ എന്ന് പറഞ്ഞ് പൂർണ്ണമായി തള്ളിക്കളയുന്നൊരു സമീപനമായിരുന്നു വി ഡി സതീശൻ സ്വീകരിച്ചത്. പക്ഷേ കഴിഞ്ഞ പി സരിൻ ആ പദവി ഒഴിഞ്ഞു പോയ ശേഷം ആ ഡിജിറ്റൽ വിഭാഗം പൂർണ്ണമായി വി ഡി സതീശൻ്റെ PR വർക്കിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. റീൽസുകൾ തയ്യാറാക്കുന്നു. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെല്ലാം ഈ പവർ ഗ്രൂപ്പിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രവർത്തനമാണ് ഈ ഡിജിറ്റൽ വിഭാഗം നടത്തിയത്. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഡിജിറ്റൽ വിഭാഗത്തെ പൂർണ്ണമായി വി ഡി സതീശൻ തള്ളിക്കളയുകയും അതിൽ KPCC അടക്കം നീരസമുണ്ട്. അതാണ് അടൂർ പ്രകാശും സണ്ണി ജോസഫൊക്കെ ആദ്യഘട്ടത്തിൽ ന്യായീകരിച്ചത്. അവസാനം അദ്ദേഹത്തിന് തന്നെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കേണ്ടി വന്നു. അതിൽ വി ടി ബൽറാമിനെ പൂർണ്ണമായി ന്യായീകരിക്കുകയാണ് KPCC ചെയ്തത്. ഇക്കാര്യങ്ങളിലെല്ലാം പൂർണ്ണമായി വി ഡി സതീശൻ അതൃപ്തനാണ്. കാരണം ഔദ്യോഗികമായി KPCC ഒരു വിഭാഗവും ഈ പവർ ഗ്രൂപ്പിൽ വല്ലാത്ത വിള്ളലുണ്ടാവുകയും അവിടെ ഷാഫി പറമ്പിലും ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും മറുവിഭാഗ ചേരിയിലേക്ക് മാറുന്നു. സ്വന്തമായ ഒരു PR-ഉം സ്വന്തമായിട്ടുള്ളൊരു പ്രചരണവുമായി വി ഡി സതീശന് മുന്നോട്ട് പോകുന്നു. അത് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ ചേരിതിരിവിൽ പുതിയൊരു ഗ്രൂപ്പ് സമവാക്യത്തിലേക്ക് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയം പോകുന്നു. ഒപ്പം തന്നെ നിലവിൽ കോൺഗ്രസ് പിന്തുടരുന്ന, അതായത് പുതിയ നേതൃത്വം വന്ന ശേഷം പിന്തുടർന്നു വന്ന രീതിയല്ല ശരിയെന്ന് രമേശ് ചെന്നിത്തലയും മുൻ KPCC അധ്യക്ഷന്മാരും K മുരളീധരനും VS സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും ഒക്കെ പറഞ്ഞ രീതിയിലേക്ക് കാര്യങ്ങൾ ശരിയായി വരുന്നു. അതുകൊണ്ടാണ് അവർ ഈ കാര്യങ്ങളിൽ സാവധാനം കാത്തിരിക്കുന്നത്. പലരും AICC നേതൃത്വത്തെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അറിയിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ ബീഹാർ BD വിവാദവുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാലിനെ, രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പലതരത്തിലുള്ള കാര്യങ്ങൾ അറിയിച്ചു. പരസ്പരം ഇക്കാര്യങ്ങളിലുള്ള ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ വി ഡി സതീശൻ ഉയർത്തിക്കൊണ്ടുവന്ന പവർ ഗ്രൂപ്പിൻ്റെ വിള്ളൽ, പരാജയം, നിലവിൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധി, ഇവയ്ക്കെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്വം വി ഡി സതീശനാണ് എന്ന് തന്നെയാണ് മുതിർന്ന നേതാക്കൾ പറയുന്നത്. അതിൻ്റെ ഒരു പോരാണ് ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്നത്. രണ്ട് വിഭാഗമായി ഇപ്പോൾ ചേരിപ്പോര് ശക്തമായിട്ടുണ്ട്. ചില നേതാക്കൾ വി ഡി സതീശന് അനുകൂലമായി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. വി ഡി സതീശനെതിരെ ശക്തമായ നിലപാടുമായി KPCCയുടെ തന്നെ വക്താവ് അനിൽ ബോസിനെ പോലുള്ള നേതാക്കൾ വന്നിട്ടുണ്ട്. അങ്ങനെ ശക്തമായ പോര് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഷംബി പറഞ്ഞതുപോലെ നേരിട്ടല്ലാതെ ഒളിയുദ്ധം നടത്തുന്ന, എന്നാൽ KPCC ആണോ, ഡിജിറ്റൽ വിഭാഗമാണോ, ഷാഫി പറമ്പിലിൻ്റെ നേരിട്ട് നയിക്കുന്ന വിഭാഗമാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൺഗ്രസ് വിരുദ്ധ വിഭാഗമെന്ന് കരുതുന്ന എന്നാൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ചില സ്വതന്ത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന ചില സൈബർ ഗ്രൂപ്പുകൾ, അങ്ങനെ ശക്തമായ വാക്പോയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അതിൻ്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ ശക്തമായി കൊടുങ്കാറ്റ് വന്നാലും എന്നത് രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെയല്ല, ഏത് തരത്തിലുള്ള ആക്രമണം ഉണ്ടായിരുന്നാലും താൻ നേരിടും, തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കും. സൈബർ, അതായത് റീൽസ് രാഷ്ട്രീയമൊന്നുമല്ല രാഷ്ട്രീയം എന്ന തരത്തിൽ അദ്ദേഹം തള്ളിക്കളഞ്ഞത്. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളായി ഈ റീൽസ് രാഷ്ട്രീയത്തിനും സോഷ്യൽ മീഡിയ രാഷ്ട്രീയത്തിനും പവർ ഗ്രൂപ്പിനും ഒപ്പം നിന്ന ഒരു നേതാവ് തന്നെ അത് തള്ളിപ്പറഞ്ഞ് അവസാനം സ്വയം രക്ഷ നേടുന്ന കാഴ്ചയാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാണുന്നത്. ഷമി.